അപ്പോൾ നമ്മൾ ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ നല്ല നാടൻ കള്ളാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ആൻഡ് ടോക്ക്. അപ്പോൾ നമ്മളിതാ കക്കയുടെ ബാക്കി ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വാരിയ കക്കയില്ല, അതെടുത്തിട്ട് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റിംഗ് ഫോർ കക്ക ഫ്രൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ സ്ഥിരം ഉള്ള പ്ലേസ് ഔട്ട്ഡോർ കുക്കിങ്ങിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. നമ്മുടെ കക്കയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ നമ്മൾ കക്ക വരുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കക്ക ഫ്രൈയുടെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കക്ക. അപ്പോൾ നമ്മൾ നല്ല കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഇഡ്ഡലിയൊക്കെ ആക്കുന്ന അപ്പച്ചമ്പില്ലേ, അതിൽ ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ കക്ക പുഴുങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വെള്ളമൊന്നും ഒഴിക്കണ്ട, ഉപ്പിടണ്ട അല്ലേ, അതൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ് അങ്ങ് തീയിലോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചു, നമ്മൾ കക്ക നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിത് നല്ലപോലെ അടച്ചിട്ട് വെക്കണം. അപ്പോൾ കക്ക പെട്ടെന്ന് തന്നെ വെന്ത് വരും. വെന്ത് കഴിയുമ്പോൾ അതിനിങ്ങനെ വായി തുറന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പം നമ്മളിത് ഇവിടെ കക്ക വെച്ചിട്ട് ഇങ്ങനെ വേവിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയമുണ്ട്, നന്നായിട്ട് കത്തിക്കണം, ഇല്ലെങ്കിൽ ആ കക്ക അധികം എന്താ പറയുക തുറന്ന് വരത്തില്ല. അപ്പോൾ നന്നായിട്ട് കത്തിച്ചിട്ട് അത് ഓപ്പണായി വരുമ്പോൾ നമുക്കത് തീയിൽ നിന്ന് മാറ്റിയിട്ട് ഒലിഞ്ഞെടുക്കണം, സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നോർമൽ കക്കല്ലേ, സാധാ ഇളമ്പൊക്കെയാണ്. പിന്നെ ഒരു ചെറുതുണ്ട് കാരളേക്ക എന്ന് പറയും, കറുത്തത്. അതാകുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടുതൽ വേസ്റ്റൊക്കെ ഉണ്ടാവും, അതിങ്ങനെ കുറേ കളയാനൊക്കെ പണിയുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ കക്കവാരി ടീം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെപ്പോഴും കൂടെയുള്ള നമ്മളെ ചങ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പുറം. അപ്പോൾ ഇനി പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ നമ്മൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്താ യൂട്യൂബ് എന്നോട് പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോസ് കാണുന്നത് 90% പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കും എന്താ പറയുക നമ്മൾ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കക്ക അതാ തീമ വെച്ചിട്ട് കുറച്ച് സമയമായി. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. കക്കയിൽ ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടാണ് കണ്ടത്, കക്കയെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പതയൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കന്നെ നമ്മുടെ കക്ക അങ്ങ് വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമ്മുടെ കക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റിയിട്ട് പിന്നെ ബാക്കി പണികൾ ചെയ്യാം. അപ്പം നമ്മുടെ കക്കയിൽ ഇതാ തോടൊക്കെ തുറന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഈ സംഭവമാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കക്ക ഉലിയാൻ വേണ്ടിയിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട്, ഓരോ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട്. എന്താ വെച്ചാൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഇത് തണിയാൻ കാത്തുന്നാൽ ഇപ്പോഴൊന്നും സംഭവം നടക്കില്ല. അപ്പോൾ പെട്ടെന്ന് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരാളിതാ ഓരോ സൈഡിൽ നിന്നിട്ട് ഉലിയ ചെയ്യുന്നു. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിൽ ഇത്ര പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയ കക്കയിറച്ചിയാണിത്. അപ്പം നമുക്ക് ഈ ഒരു ചെമ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര കിട്ടുമെന്ന് നോക്കി നോക്കാം. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഉച്ചുളീൻ്റെ നമ്മുടെ ഈ കക്കേൻ്റെ തോടില്ലേ, ഇതിന് നമ്മൾ ഉച്ചുളി എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ കൊണ്ട് കുമ്മായൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അതിങ്ങനെ കക്കയൊക്കെ അധികം ഉണ്ടാക്കില്ലേ, ഇപ്പോൾ ആൾ ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് വാങ്ങി ഉണ്ടാക്കിയപ്പം അതിൻ്റെ ചൂളയൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിടും. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കുമ്മായം ഉണ്ടാക്കുന്നിടത്ത് നിന്നെല്ലാം വരാറുണ്ട്. ഇപ്പം അങ്ങനത്തെ സീനൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നോണ്ട് തന്നെ ഏകദേശം ഒലിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇളമ്പൊക്കെ ഇതവിടെ തോടൊക്കെ കളഞ്ഞ് നമ്മുടെ ചൂടൊക്കെ മാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. എന്താ വെച്ചാൽ ചെറിയ എന്താ പറയുക കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം പണ്ട് നമ്മൾ ഈ ഇളക്കിൻ്റെ വെള്ളം നമ്മൾ അച്ചസിനെല്ലാം എടുത്ത് മുളകൊക്കെ പൊടിച്ചിട്ട് പിന്നെ പച്ച മാങ്ങ പുഴുങ്ങിയിട്ടിട്ട് നല്ല കഞ്ഞിക്ക് പൊടിച്ച് കുടിക്കുന്നതൊക്കെ കാണലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. ചില എല്ലാവർക്കും പറ്റില്ല, ചിലക്ക് വയറുവേദന. അത് നമ്മളിനി നെക്സ്റ്റ് നമ്മളെ കക്ക വറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിത് കക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് പുറത്തേക്ക് വെച്ചാലോ. അപ്പം നമ്മൾ കക്ക വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കക്കയില്ലേ അത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിലേക്ക് കുറച്ച് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ കക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി കുറച്ച് നല്ല ഉണ്ടായിക്കോട്ടെ, മറ്റേത് കുരുമുളക് മാത്രം ഇടാം. അപ്പോൾ ഇത് രണ്ടും പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കക്കയിൽ നല്ലപോലെ ഒന്ന് മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. ആ തീ ഒന്ന് എത്തിച്ചു വിടില്ല ഞാൻ. ഇനി നമുക്കിത് ഓയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. എണ്ണ എന്തായാലും കുറച്ച് ചൂടായിട്ടുണ്ട്, നമുക്ക് 1-2 ഇട്ട് നോക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കക്ക അതിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കേ വേണ്ടൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പം നമ്മൾ കക്കിയത് എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ അങ്ങ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ നിങ്ങൾ നേരത്തെ ഉണ്ടായ കക്കിയും ഇപ്പം ഉള്ള കക്കിയും കണ്ടോ. ഇപ്പം നല്ല കക്കേൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നല്ല എന്താ പറയുക പൊങ്ങി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു, അതിന് മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. പിന്നെ കക്ക ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. അപ്പം ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ മൊരിഞ്ഞ കക്ക സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടൊരു മസാല റെഡിയാക്കണം. അപ്പം ആദ്യം നമുക്ക് നമ്മളെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടെടുക്കാം. അപ്പം നമ്മൾ ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അത് ഞാൻ ഇതിലൊരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് ഇടിക്കല്ലിൽ. അതൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മളെ ഇഞ്ചി പച്ചമുളകും നമ്മളെ സാധാ പറങ്ങി നമിട്ട് ചതച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മാസ്റ്റർ പീസ് നമ്മളെ ഐറ്റം നമ്മളെ കാന്താരി മുളകിട്ട് ചതക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 10-25 കാണും. അരുണേ ചതക്ക് എന്നാ കണ്ണു കറിക്കല്ലേ മാറിക്കല്ലേ അപ്പം നമ്മുടെ കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് നല്ലൊരു പേസ്റ്റ് ആയിട്ട് ഇതാ അരുണ ഇട്ട് ചതക്കുന്നുണ്ട്. അങ്ങ് നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. മതി. ഇപ്പം നമ്മുടെ ഉള്ളി ഇതാ നല്ലപോലെ അങ്ങ് മുരിഞ്ഞു വന്നിട്ടുണ്ട്, അത്യാവശ്യം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 തക്കാളി 4 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്ര പോലെ കക്കക്ക് നമുക്ക് നല്ലോണം മസാല വേണ്ടേ വേണ്ടിയിട്ട്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. ഞാൻ ഇച്ചിരി ചെറുതായതുകൊണ്ട് മാത്രം 2 തക്കാളി എടുത്തിട്ടുള്ളത്, കുറച്ച് മസാലക്ക് വേണ്ടിയിട്ട്. നമ്മളെ കക്ക കണ്ടില്ലേ, അത്ര ഒരു ചെമ്പ് ഇതായിട്ടാണ് നമുക്ക് അത്ര പോലെ കക്ക കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ എളുമ്പൊക്കെ വറവാക്കുന്നതിന്റെ മണ്ണ അടിച്ചിട്ട് ഉറങ്ങുന്ന അച്ഛനെ എണീച്ച് വന്നിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര താല്പര്യമുള്ള ആളാട്ടോ അച്ഛ. അപ്പൊ അച്ഛന്റെ കുക്കിങ്ങിന്റെ കുറച്ച് ഇതാണ് എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അപ്പോൾ അമ്മ പറയുന്നത്. ഭയങ്കര കുക്കറാണ്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ തക്കാളി നല്ല പോലെ അങ്ങ് വെന്തൊടയണം എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ അധികം കടിക്കാൻ വേണ്ടി കിട്ടിക്കൂടാ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങ് വരിക. അപ്പം നമ്മുടെ ഇഞ്ചി പച്ചമുളക് നമ്മളെ കാന്താരിയൊക്കെ ഇട്ട് ചതച്ച പേസ്റ്റ് ഞാൻ ഇടാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ കറിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ നാടൻ ടേസ്റ്റ് വരുന്നത് നമ്മുടെ കാന്താരിൻ്റെയാണ്. ഞാനത് കുക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളക് അതിൻ്റെ ആ പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുരുമുളകിന്റെ പൊടിയാണ്. ഇപ്പൊ കുരുമുളകിന്റെ പൊടി ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ കക്ക ഇങ്ങനെ കുരുമുളകിൽ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല എരിവുണ്ടാവും, ആ എരിവ് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഉള്ളിക്ക് ഒട്ടും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് നമ്മുടെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, ഇതൊരു അരമുറി തേങ്ങയില്ല, അതിൽ കുറച്ച് കുറവുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. കൊണ്ടുപോകുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ കക്ക ഇതാ അതിലേക്ക് തട്ടാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ മുളകിൻ്റെയും ഉള്ളിയുടെ ഒക്കെ മസാല ഇവിടെ റെഡിയാണ്. ഞാൻ അതിലേക്ക് തട്ടുവാണ് കേട്ടോ നമ്മുടെ കക്ക. ഇത് നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇങ്ങനെ എടുത്തിട്ടാണല്ലോ, മോളൊന്നും എടുത്താറില്ലാണ്ട് ഇങ്ങനെ എടുക്കണ്ട. കക്ക ഇറച്ചി വറവ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ഞാൻ എന്താ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ആഹാ, ഇത് മണം, ഇവിടെ മണമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മിക്സ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കക്ക വറവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് വാഴയില കട്ട് ചെയ്ത് കഴുകിയിട്ട് ഇങ്ങനെ പീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ നല്ല നാടൻ കള്ളാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കക്ക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് കള്ളാണ്, നല്ല മൂത്ത കള്ളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് നമുക്കിന്ന് എത്തിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ തൊട്ടടുത്ത പ്ലേസ് ഒന്ന്. അപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. ആദ്യം വിദ്യയിലെടുക്കട്ടെ. എൻ്റെ നമ്മുടെ കക്ക ഇങ്ങനെ ഇലയിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പം എല്ലാവർക്കും കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സാധാ കള്ള് കുടിച്ചതിന് ശേഷമാണ് ഇത് എടുക്കാം. പക്ഷെ തിന്നാനുള്ള കൊതി കൊണ്ട്, ടേസ്റ്റ് അറിയാനുള്ള കൊതി കൊണ്ട് ഇത് തന്നെ ആദ്യം കഴിച്ചു പോയി. നമുക്ക് കള്ള് കുടിച്ച് നോക്കാം. എന്നും പറയല്ലേ, നല്ല കിടിലൻ കോമ്പിനേഷനാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, കഴിക്കാത്തവരോട് തീർച്ചയായും ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കക്ക വറുത്തത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കക്ക ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്? ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുളകും കുരുമുളകിൻ്റെ ഉള്ള ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ ചുവന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സംഭവമല്ലേ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം.
അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ത്രൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടി എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സേ ബൈ.